തൃശൂർ പൂരത്തിനെ എല്ലാ പൂരത്തിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒന്നാണ് കുടമാറ്റം. എന്നാൽ എങ്ങനെ ഇങ്ങനെയൊരു ചടങ്ങ് വന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അതിന് പിന്നിലെ ഐതിഹ്യം എന്ന് അറിയാമോ? ഒരിക്കൽ ഒരു പൂരവർഷം നമ്മുടെ പൂരത്തിന് തിരുവമ്പാടി വിഭാഗം രഹസ്യമായി മദ്രാസിൽ നിന്ന് തുണി കൊണ്ടുവന്നു കുട ഉണ്ടാക്കാൻ. വളരെ രഹസ്യമായിട്ടായിരുന്നു അത് ചെയ്തത്. പൂരത്തിന് ആനപ്പുറത്ത് ഇത് ഉയർത്തി. ആ കാഴ്ച എല്ലാവർക്കും ഒരു പുതുമായിരുന്നു. എങ്കിലും തങ്ങളും ഒട്ടും മോശമല്ല എന്ന് കാണിക്കാൻ പാറമേക്കാവുകാരും ആ നേരം പൂരപ്പറമ്പിൽ വിൽക്കാനായി കൊണ്ടുവച്ച ഓലക്കുട ഉയർത്തിയാണ് തിരുവമ്പാടിക്കാരെ നേരിട്ടത്. ഇത് പൂരത്തിന് അവരിൽ ഉണ്ടാക്കിയ ആവേശവും ഉത്സാഹവും ചെറുതായിരുന്നില്ല. പിന്നീട് നടന്ന പൂരങ്ങൾക്ക് ഇരുവരും വ്യത്യസ്തമായ കുടകൾ കൊണ്ടുവന്ന് കാണിച്ചു. പല നിറത്തിലുള്ളവ, വലിപ്പത്തിലുള്ളവ. അവിടെ മുതൽ കുടമാറ്റം എന്ന പേരിൽ കുടമാറ്റം പൂരത്തിന്റെ ഭാഗമായി മാറി. പിന്നീട് വർണ്ണക്കുട, പീലിക്കുട, മുത്തുക്കുട, ദേവീദേവന്മാരുടെ കുട, അത് പിന്നീട് ഒരു ചടങ്ങായി. ഒരു കുട ഉണ്ടാക്കാൻ തന്നെ ഒരു ദിവസം വേണമെന്നായിരുന്നു കണക്ക്. ഇനി അത് സ്പെഷ്യൽ കുട ആണെങ്കിൽ 2.5 ദിവസം. കുട ഉണ്ടാക്കുമ്പോൾ എത്ര തരം നിർമ്മിക്കും എന്നതും രഹസ്യമായി. കാരണം അവർക്കിടയിൽ ഇതൊരു മത്സരവും ആവേശകരമായ ഒന്നായിരുന്നു. ഒരു തരത്തിൽ തന്നെ വേണം 15 എണ്ണം കുടകൾ. അതിൽ 45 തരം ഉണ്ടാവും എന്നതാണ് ചെറിയ കണക്ക്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ തൃശൂർ പൂരം അരങ്ങേറുന്നത്. കാണികൾക്ക് ഇന്നും കുടമാറ്റം ആവേശം തന്നെയാണ്. അത് പിറന്നത് പിന്നിലെ കഥയും ഇങ്ങനെ.